Hi Machamare, welcome back to Ali's vlog. Appa njangi naakkunna oru special bucket chicken. See the video lottu poi. ബക്കറ്റ് ചിക്കൻ ആക്കാൻ വേണ്ടി 6 കോഴി എടുത്തിട്ടുള്ളൂ. ഇതിനെ ചന്ത കതിട്ട് ഇതിലൊക്കെ നല്ല മസാല തേച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇതിനെ ഇതാക്കാം. ഞാൻ ഇതിനെ ചന്ത കതിട്ട് ഇതിൽ ചർബിയെല്ലാം ഉണ്ട്. ചർബിനെല്ലാം എടുത്തിട്ട് ചന്ത ക്ലീനാക്കുക. നല്ലൊരു വെളിയുണ്ടല്ലോ കോഴി. കോഴി ചന്തുണ്ട്. കോഴിയെല്ലാം റെഡിയാക്കിയിട്ടായി ഇതിനൊരു മസാല ആക്കുനിടാം. കോഴിക്ക് മസാല ആക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഐറ്റംസ് എടുത്തോളൂ. ഒരു 100 ഗ്രാംസിന് അത്ര കൊത്തമ്പരി ചപ്പ്, ഒരു 200 ഗ്രാംസ് പുതിന, പിന്നെ ഒരു 4 കണ്ട വെള്ളുമില്ല ഒരു ചെറിയത്, പിന്നെ 100 ഗ്രാംസിന് അത്ര കായ്മുളക്, ഇത്ര വേണ്ട കായ്മുളക് ഞാൻ ഇത് എടുത്തത് ആരായിന്, പിന്നെ ഒരു 4 ചെറിയ ഉള്ളി 4 പീസ് മതിയാണത്, പിന്നെ ഒരു 2-3 കണ്ട ഇഞ്ചി ഇട്ടെങ്കിൽ, പിന്നെ ഒരു 4 ലിമ്പ. അപ്പോൾ ഞങ്ങൾ ഇതിനെ പേസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാം. ചിലങ്ങനെ എല്ലാം നല്ല അരച്ചിട്ട് കൊണ്ടുവരാം. ഞങ്ങൾ മസാല റെഡിയായി. ഇനിയിൽ കുറച്ച് പൊടി ബാക്കി ആഡ് ആക്കണം. മഞ്ഞൻ്റെ പൊടി ഒരു 4 സ്പൂൺ അത്ര മഞ്ഞൻ്റെ പൊടി ഇടുന്നു. പിന്നെ കുറച്ച് ജീരപ്പൊടി അത് കുറച്ച് 2 സ്പൂൺ അത്ര ഫ്ലേവർക്ക് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഉപ്പിടുന്നു. അതിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി അത്ര അളത്ത് നോക്കിയിട്ട്. പിന്നെ കുറച്ച് പെപ്പർ പൊടി ചിലങ്കിൽ ഇതും ഒരു ഫ്ലേവർക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ്. ഓൾറെഡി പച്ചമുളക് ഇട്ടിനു. പിന്നെ ഗരം മസാല ഒരു 4 സ്പൂണ്. മസാല ഇടുന്നതിന് മുന്നേ ഇങ്ങനെ കുറച്ച് ഗടിയിട്ടിട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ ഉള്ളൊക്കെ മസാല വലിക്കുന്നില്ല. ചില വേദന റപ്പ വേദന ഇങ്ങനെ ഇട്ടെങ്കിൽ. അപ്പോൾ ഇതിലൊക്കെ ഇനി ചന്ത മസാല പിടിപ്പിക്കണം. ഇതിലൊക്കെ മസാല ചന്ത തേക്കണം. ചെല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉള്ളിലിരിക്കുന്നല്ലേ ബക്കറ്റിൻ്റെ ഉള്ളിൽ. അപ്പം അതിനെ കൊണ്ട് ഞങ്ങൾക്ക് ഇതാക്കാനാന്നില്ല മസാല. അപ്പം തേക്കാനാന്നില്ല ഇതിലൊക്കെ. അപ്പോൾ മസാല ഇങ്ങനെ തേക്കണം. ചിലങ്കിൽ 6 കോഴിക്ക് ഇങ്ങനെ തേക്കണം. മസാല ചന്ത പൊടിക്കണം. പൊടിച്ചാൽ മാത്രമേ കോഴി വേദുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും, നല്ല ഫ്ലേവർ. മസാല എല്ലാം പെരട്ടിട്ട് റെഡി ആയിനി. അതൊരു 1/2 ഗಂಟೆ ഇങ്ങനെ റെസ്റ്റിലിരിക്കട്ടെ. ഞങ്ങൾ അതിലൊക്കെ വേണ്ടിയിട്ട് കോൾ കൊത്തിട്ട് റെഡിയാക്കി. ചില ബക്കറ്റിനുള്ള കുത്തം കോൾ വേണമല്ലേ. അപ്പോൾ വരും. അപ്പം ഞങ്ങൾക്ക് ഇതിനെ 6 ചെറിയ പീസാക്കിയിട്ട് എടുക്കണം. ഇതിൽ 6 കിട്ടല്ല. ഇതിലൊരു 2-3 കിട്ടും. പിന്നെ ഒന്ന് ഞങ്ങൾക്ക് വേറെ കൊത്താം. അപ്പം കോളെല്ലാം ഞങ്ങൾ കൊത്തിയിട്ട് റെഡിയായി. ഇനിയാണ് ഞങ്ങൾ കൊണ്ടുപോയിട്ട് അവിടെ കൊത്തിയിട്ട് പൂക്കണം. അപ്പം മച്ചന്മാരെ ഞങ്ങൾ 6 കോലെല്ലാം കുത്തിയിട്ട് റെഡിയായി. ഇനി ഇതിലുള്ള കോഴി വെച്ചിട്ട് ഡബ്ബിൽ മൂടണം. ഈ ഭാഗത്തിൻ്റെ നല്ല ഇതാവും. കുറച്ച് പിടിച്ചു. അപ്പോൾ അടിക്ക് ബാധൻ്റെ സെറ്റാക്കണം. ഇങ്ങനെ സെറ്റാക്കണം. ചില്ലെങ്കിൽ കോഴി നിലത്തേക്ക് വേണ്ടിയിട്ട് മണ്ണാ നിലക്ക് വേണ്ടി ഡ്രസ്സിൽ പാതി നോക്കുന്നല്ല പായ്ച്ച്. അപ്പോൾ ബാധൻ്റെ എല്ലാം വെച്ചിട്ട് സെറ്റായി. ഇങ്ങനെ ഇതിലൊക്കെ വെക്കാൻ വേണ്ടി ബക്കറ്റ് കൊണ്ടുവരണം പോയിട്ട്. ഞങ്ങൾ ബക്കറ്റ് ഇടി തേടിയോ. ഞങ്ങൾക്ക് അങ്ങനെ ബക്കറ്റ് വാടക ഇട്ടിട്ടില്ല. അങ്ങനെ സജിപ്പ് സെമിറാക്കുണ്ടായി. അതിലൊരു 6 ബക്കറ്റ് തന്നു ഞങ്ങൾക്ക്.
ബക്കറ്റ് ഭയങ്കര ഗട്ടി, കൈയെല്ലാം മുരിയും. കുറച്ച് ജാഗ്രതയെല്ലാം മുരിക്കണം മുരിക്കുമ്പോൾ. അപ്പം ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് അപ്പം ഞങ്ങൾ ഇതിലേക്ക് ഡബ്ബി മൂടിയോണ്ട് പോന്നു. അപ്പം മച്ചന്മാരെ ഞങ്ങൾ ഡബ്ബിയെല്ലാം വെച്ചിട്ട് സെറ്റായിനി. ഇനിയുള്ള തീയിട്ടിട്ട് ഇതിനെ കത്തിക്കണം ഞങ്ങൾ, പിന്നെ നോക്കാം. അപ്പോൾ മച്ചന്മാരെ ഞങ്ങൾ ഇതിലൊക്കെ തീ കൊടുക്കാൻ പോന്നോ. ചിലക്ക് ഇതിലൊക്കെ വാലൊക്കെ പിടിപ്പിച്ചാൽ മാത്രമേ പിടിക്കുന്നു, ഇതിൽ പിടിക്കുന്നില്ല. തീ പേരത്തെ കിടവന്നിറ കുറച്ച് പിടിച്ചോട്ടെ. ആ അപ്പം ഞങ്ങൾ ഇതിൻ്റെ മിത്ത ഇതിൻ്റെ എടുക്കാം. ഇതിൻ്റെ ഇത് വേണ്ടല്ലേ. അപ്പം മച്ചന്മാരെ ഞങ്ങൾ കോയെല്ലാം റെഡിയായി. അപ്പോൾ ഭയങ്കര ചൂട്. അപ്പോൾ ഞങ്ങൾ അവസാനത്തെ കോയി. അപ്പം മച്ചാനെ ഈ തോട ഒന്ന് കഴിച്ചു നോക്കിയോ, ടേസ്റ്റ് പറഞ്ഞോ. എന്നുണ്ടാ സാധനം? ആ ഒരു രക്ഷയില്ല. നോക്കാം, ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല, നല്ല കിടലൻ സാധനം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.